ഈശോയിൽ പ്രിയപ്പെട്ടവരെ, പ്രത്യേകമായിട്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി ഡിവൈൻ ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ കർത്താവ് നമുക്ക് നൽകുന്ന ഒരു അവസരമാണിത്. കർത്താവിൻ്റെ വചനം ശ്രവിക്കാം, അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. നമ്മുടെ ജീവിത മേഖലകളിലേക്ക് കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ വ്യക്തിബന്ധങ്ങളിലും എല്ലാം ദൈവത്തിൻ്റെ സ്നേഹം നിറയുവാനായി പ്രാർത്ഥിക്കാം. ഭയപ്പെടേണ്ട, കർത്താവ് അരുളി ചെയ്യുന്നു, നമ്മുടെ രക്ഷയ്ക്ക് നമ്മോടുകൂടെ കർത്താവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു ചോദ്യം വരികയാണ്. ഇതുവരെയുള്ള നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്? ഇതുവരെയുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്തെന്ന് മനസ്സിലാക്കിയാലല്ലേ ഇനിയുള്ള പദ്ധതി മനസ്സിലാവുകയുള്ളൂ. ഇതുവരെയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ കണ്ടിന്യൂവേഷനാണ് ഇനിയുള്ള പദ്ധതി. അപ്പം അതുകൊണ്ട് ഇതുവരെയുള്ള ദൈവത്തിൻ്റെ എന്നെക്കുറിച്ചുള്ള പ്ലാൻ എന്താണ്? ആ പ്ലാൻ എനിക്ക് മനസ്സിലായിട്ടുണ്ടോ? അത് ഞാൻ അംഗീകരിച്ചിട്ടുണ്ടോ? ഈ ഒരു ചോദ്യമായിരിക്കും ഇനിയുള്ള ദൈവത്തിൻ്റെ പ്ലാൻ. അതിൻ്റെ ഒരു തുടർച്ചയാണെങ്കിൽ ഇതുവരെയുള്ള ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് മുമ്പിൽ നമ്മൾ വന്ന് നിൽക്കാൻ പോവുകയാണ്. അതായത് എന്നെക്കുറിച്ചുള്ള ഇതുവരെയുള്ള ദൈവത്തിൻ്റെ പ്ലാൻ എന്താണ്? അത് കുറച്ചും കൂടെ നമ്മൾ ക്ലിയറായിട്ട് പറഞ്ഞാൽ, എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിന് മുമ്പിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്? ഒന്നും കൂടെ കൃത്യമായി പറഞ്ഞാൽ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന് മുമ്പിൽ ആദ്യമായി വെളിപ്പെട്ട ദൈവപദ്ധതി എന്താണ്? നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ ആദ്യമായി വെളിപ്പെട്ട ദൈവപദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ, അത് നമ്മുടെ അപ്പനും അമ്മയുമാണ്. ഒന്ന് ഓർത്ത് നോക്കിക്കുകയും, നമ്മുടെ അപ്പനും അമ്മയും ആരായിരിക്കണം എന്ന് നമ്മളല്ല തീരുമാനിച്ചത്. നമുക്കവിടെ ഒരു പങ്കുമില്ല. ദൈവം തീരുമാനിച്ച് നമുക്ക് തന്നതാണ്. ഹല്ലേലൂയ. അപ്പം നമ്മളെല്ലാവരെയും സംബന്ധിച്ചുള്ള ആദ്യത്തെ ദൈവത്തിൻ്റെ പദ്ധതി, നമ്മുടെ മുന്നിൽ വെളിപ്പെട്ട ആദ്യത്തെ ദൈവപദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ, അത് നമ്മുടെ അപ്പനും അമ്മയുമാണ്. ഹല്ലേലൂയ. ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ ഒരു സത്യം വെളിപ്പെടുത്തുകയാണ്. മരിച്ചുയർത്ത യേശു ഇന്നും ജീവിക്കുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് റോമിൽ 1200 വൈദികരുടെ ഒരു ധ്യാനത്തിൽ സംബന്ധിക്കാൻ ഞങ്ങൾ ഏതാനും പേര് പോയിരുന്നു. ലണ്ടനിലെ ഒരു ധ്യാനം കഴിഞ്ഞ് അവിടെയുള്ള 4-5 അച്ഛന്മാർ കൂടി റോമിലേക്ക് പോയി.
ആ ധ്യാനത്തിൽ മാർപ്പാപ്പ പറഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞു, അച്ഛന്മാരുണ്ട്, 1200 അച്ഛന്മാരുണ്ട്, നിങ്ങൾ ലോകമെങ്ങും പോയി യേശു ഇന്നും ജീവിക്കുന്നു എന്ന് പ്രസംഗിക്കുക. ഇങ്ങനെ പറഞ്ഞാൽ വല്ലവരും വിശ്വസിക്കുമോ? അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും കാണുമ്പോൾ അവർ വിശ്വസിക്കും. അപ്പം അതിങ്ങനെ അപ്പം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല സാക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മനുഷ്യൻ, മദ്യപാനിയായ മനുഷ്യൻ, ആത്മഹത്യാ ചിന്ത പലപ്പോഴും, ധ്യാനം പല പ്രാവശ്യം കൂടിയെങ്കിലും പിന്നെയും പോയി കുടിക്കും. അങ്ങനെ ആത്മഹത്യാ ചിന്തയും നിരാശയുമായിട്ടിരിക്കുമ്പോൾ ഒരാൾ ഒരു കുറിപ്പ് എഴുതി കൊടുത്തയാൾക്ക്. സങ്കീർത്തനം 118:17 അതിങ്ങനെ ആവർത്തിച്ച് ചെല്ലാൻ പറഞ്ഞ് ആ വചനം എഴുതി കൊടുത്തു. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും, ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. സങ്കീർത്തനം 118:17 ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും, ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. അയാൾ ഈ വചനം ഇങ്ങനെ പറഞ്ഞ് മദ്യപാനവും പോയി, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും കിട്ടി, പിന്നെ ഒരു ധ്യാന ഗുരുവായി മാറി. കേരളത്തിലുടനീളം ധ്യാനിപ്പിക്കാൻ പോകുന്ന ഒരു ടീമിൻ്റെ കൂടെ അദ്ദേഹം ധ്യാനിപ്പിക്കാൻ പോകുമായിരുന്നു. ഞങ്ങളുടെ കൂടെയും വന്നിട്ടുണ്ട്. എൻ്റെ ഒരു അനൂപ്. ഞാൻ ഓസ്ട്രേലിയയിലാണ് സെറ്റിൽഡ് ആയിരിക്കുന്നത്. ഈ ധ്യാനത്തിന് കൂടിയിട്ട് എനിക്കൊത്തിരി അനുഗ്രഹങ്ങൾ ലഭിച്ചു. എസ്പെഷ്യലി എനിക്കൊത്തിരി അഡിക്ഷൻസ് ഉണ്ടായിരുന്നു. ലൈക്ക് ആൽക്കഹോൾ, സ്മോക്ക് ചെയ്യുമായിരുന്നു. അതിൽ നിന്നെല്ലാം ഒരു പൂർണ്ണമോചനം കിട്ടി. തീരുമാനം എടുക്കാൻ പറ്റി ഒരിക്കലും കുടിക്കത്തില്ലെന്നോ. പിന്നെ ഒരു നല്ല കുമ്പസാരം നടത്താനായിട്ട് സാധിച്ചു. അതിലൂടെ തന്നെ ഒത്തിരി പേരോട് ക്ഷമിക്കാനുണ്ടായിരുന്നു, അതെല്ലാം ക്ഷമിക്കാൻ സാധിച്ചു. ദൈവത്തിന് നന്ദി, ദൈവത്തിന് സ്തോത്രം. തല വെറും തലയായിട്ട് നിന്നാൽ ഈ ഉടലിലേക്കൊന്നും കൊടുക്കുന്ന നിയമം, കൊടുക്കുന്ന കൽപ്പന, കൊടുക്കുന്ന കാര്യം പോയില്ല. അപ്പോൾ ഈ തല യഥാർത്ഥത്തിൽ തലയായിത്തീരണമെങ്കിൽ, തലയ്ക്ക് അർത്ഥം ഉണ്ടാണെങ്കിൽ, തലയ്ക്ക് ജീവൻ ഉണ്ടാണെങ്കിൽ ഈ ഉടലിനോട് ചേർന്ന് നിൽക്കണം. ചേർന്ന് നിൽക്കുന്ന തല എന്തെല്ലാം ഈ ചേർന്ന് നിൽക്കുന്ന ഉടലിനോട് അല്ലെങ്കിൽ കൈകാലുകളോട് കൽപ്പന കൊടുക്കുന്നു പറയുന്നു, അതിനനുസരിച്ച് ചെയ്യും. അപ്പോൾ ഏറ്റവും വലിയ പണി തലയുടെ പണിയാണ്. എന്നാൽ ശരീരാവയവങ്ങളെ ചേർത്ത് നിർത്താത്ത തല എന്തോരം പറഞ്ഞാലും അത് താഴേക്ക് പോയില്ല. അപ്പോൾ എന്താണ് ഇതിലൂടെ ദൈവത്തിന്റെ വചനം പറഞ്ഞിരുന്നത്? യേശുക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം പോലെ ഭാര്യയും ഭർത്താവും എല്ലാ കാര്യത്തിലും മത്സരിക്കണം. എന്തിനു മത്സരിക്കണം? കിട്ടാനല്ല മത്സരിക്കേണ്ടത്, കൊടുക്കാൻ മത്സരിക്കണം. എന്തോരം കൊടുക്കണം? ഈശോ കൊടുത്തത്രയും കൊടുക്കണം. ഈശോ എന്തോരം കൊടുത്തു? അവസാനത്തുള്ളി രക്തം പോലും കൊടുത്തു. എൻ്റെ പേര് ഒസ്വാദ് ക്രൂസ് എന്നാണ്. ഞങ്ങൾ ചെന്നൈയിൽ നിന്നാണ് വരുന്നത്. നാടൊന്ന് ട്രിവാൻഡ്രത്തിൻ്റെ അടുത്ത് പൂവാറോ. സോ ഞങ്ങൾക്ക് കല്യാണമായി ഒരു 5 കൊല്ലമായി. എനിക്കിത് 5ാമത്തെ ധ്യാനമാണ്. എനിക്ക് നല്ല ഇഷ്ടമുണ്ട് ഇവിടെയൊക്കെ വരാൻ. ഇവർക്ക് ഇത് ഫസ്റ്റ് ആയതുകൊണ്ട് ഓക്കെ, ബെറ്റർ. അപ്പോൾ ഈ അന്തരീക്ഷവും എല്ലാം ഞങ്ങൾക്കിഷ്ടമാണ്. ഫാദേഴ്സൊക്കെ എല്ലാം നന്നായിട്ട് പറയുന്നുണ്ട്. അതേ പഴയതുപോലെ നമുക്ക് ആശീർവാദം നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് കിട്ടുന്നോ അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് ഉണ്ട് നമുക്ക്. സോ വി ആൾ ഫീൽ ഗുഡ്. താങ്ക് യു. അന്ത്യത്താഴ സമയത്ത് ഈശോ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മളിവിടെ കാണുന്നത്. ഈ അന്ത്യത്താഴം, അതായത് പെസഹ ഭക്ഷിക്കുമ്പോൾ നടക്കുന്ന ഒരു കാര്യമാണ്. ഈ പെസഹയെക്കുറിച്ച് പറയുമ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ പെസഹ എന്ന് പറയുന്നത്
ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൻ്റെ തന്നെ അന്തസത്ത അതിൽ അടങ്ങിയിട്ടുണ്ട്. ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ മുൻപിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമായ കർത്താവ് അവരുടെ നിലവിളികളുടെ നേർ ചെവി ചായ്ച്ച് അവരുടെ മധ്യത്തിലേക്ക് കടന്നു വന്ന് വാഗ്ദാനമായിട്ടുള്ള കാനാൻ ദേശത്തേക്ക് അവരെ നയിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു അനുസ്മരണം. അതനുസരിച്ച് ഇസ്രായേൽ ജനം എല്ലാ വർഷവും ഈ പെസഹ ആചരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീർന്ന ഒരു കാര്യമാണ്. അങ്ങനെ പെസഹ ഭക്ഷിക്കുന്ന ഒരു സമയത്താണ് പ്രിയപ്പെട്ടവരെ ഈശോ തൻ്റെ കരങ്ങളിൽ ഒരപ്പമെടുത്ത് ഇതെൻ്റെ ശരീരമാണ് എന്ന് പറഞ്ഞ് വിഭജിച്ച് അവർക്ക് നൽകി. പാനപാത്രമെടുത്ത് ഇതെൻ്റെ രക്തം എന്ന് പറഞ്ഞ് അവൻ അവർക്ക് കുടിക്കുവാനായി നൽകുകയാണ്. 2 കാര്യങ്ങളാണ് കർത്താവ് അവിടെ ചെയ്തത്. 1, അപ്പമെടുത്ത് മുറിച്ചവർക്ക് കൊടുത്തു. 2, പാനപാത്രമെടുത്ത് അത് അവർക്ക് പാനം ചെയ്യുവാനായി നൽകി. എന്നിട്ട് പറഞ്ഞു, ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം. ഈ 2 കാര്യങ്ങൾ പറഞ്ഞു, 2 കാര്യങ്ങൾ ചെയ്തു, 2 കാര്യങ്ങൾ പറഞ്ഞു. അത് ഒരിക്കലും ആവശ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല. കാരണം എല്ലാ വർഷവും അവർ പെസഹ ആചരിക്കുന്നു, പെസഹ ഭക്ഷിക്കുന്നു. അതൊരാചരണമായി അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോവുകയാണ്. എന്നാൽ യേശു ആ ദിവസം ഇപ്രകാരം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവൻ ചെയ്യുന്നതിന് ഒരർത്ഥമുണ്ട്. അതാണ് കർത്താവിൻ്റെ പ്രവർത്തികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കർത്താവ് ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ, കർത്താവ് ഒരു വാക്ക് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ മറഞ്ഞു കിടപ്പുണ്ട്. എൻ്റെ പേര് അഖില. ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത്. ഈ ധ്യാനത്തിൽ നിന്ന് എനിക്ക് വളരെ നല്ല അനുഭവമാണ് ഉണ്ടായത്. ഒരു സമാധാനവും സന്തോഷവും ലഭിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എന്നിട്ട് പറയുകയാണ് വചനം, അങ്ങനെ ഒരു പുത്രനെ നമുക്ക് വേണ്ടി മാറ്റിവെച്ച് നൽകിയ പിതാവിന് സമസ്തവും എന്ന് പറഞ്ഞാൽ നിന്റെ ഈ മാനുഷിക ജീവിതത്തിൽ നിനക്കാവശ്യമായിരിക്കുന്ന സമസ്തവും നിനക്ക് ദാനമായി തരുന്ന ഒരു സ്നേഹമാണ് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനം കഴിഞ്ഞു പോകുന്ന സമയത്ത് ഈശോതമ്പുരാൻ നമുക്ക് നൽകുന്ന വചനം ഇതാണ്. മത്തായി സുവിശേഷം 28-ാമത്തെ അധ്യായം 18-ാമത്തെ വചനമാണ്. ഈശോ അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആലോചനകളെയും നമ്മുടെ ചിന്തകളെയും നമ്മുടെ വികാരങ്ങളെയെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് എപ്പോഴും ഈശോയിൽ ആശ്രയിക്കാനാണ് ഈ വചനത്തിൻ്റെ വിളി. ഈ വചനത്തിൻ്റെ ആത്മാവിനെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ഇനി ഉള്ള ദിവസങ്ങളിലെല്ലാം ആ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എല്ലാ നിമിഷവും ഈശോയുടെ സ്മരണയോടുകൂടി ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മളിൽ ഇവിടുത്തെ ശുശ്രൂഷകളിലൂടെ, ഇവിടുത്തെ ധ്യാനത്തിലൂടെ, ആരാധനയിലൂടെ ദൈവം നൽകുന്ന പരിശുദ്ധാത്മാവിനെ അനുദിനം നിലനിർത്തുവാനും വളർത്തുവാനും പരിപോഷിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് സാക്ഷ്യം നൽകുവാനും സാധിക്കും.
അതിന് ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ലിജി. ഞാൻ പാലക്കാട് നിന്നാണ് വരണത്. ഞാൻ 2ാമത്തെ പ്രാവശ്യം ഇവിടെ ധ്യാനം കൂടാൻ വരണത്. എൻ്റെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് വന്നത്. എൻ്റെ മനസ്സിന് വല്ലാത്തൊരു വിഷമമായിരുന്നു. ധ്യാനം കൂടിക്കഴിഞ്ഞപ്പോൾ ആന്തരിക സൗഖ്യ ധ്യാനത്തിലെ മനസ്സിലെ ഭാരങ്ങളൊക്കെ മാറിപ്പോയി കിട്ടി. യേശുവെ നന്ദി, യേശുവെ സ്തുതി. ഞാനിവിടെ വന്നിട്ട് ദൈവമേ, നീ എന്നോട് എൻ്റെ ശരീരത്തിലെ രോഗത്തിലൂടെ സംസാരിച്ചതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എന്ന് പറഞ്ഞു. ഒരു പ്രൈസിലോട് പറയാവോ? ധൈര്യമുള്ളവർ മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ചാടിക്കേറി പറയൊന്നും വേണ്ട. ഇന്നത്തോടുകൂടി ക്ലാസ് ഒന്നും അവസാനിക്കല്ല. എൻ്റെ രോഗത്തെ ഓർത്ത് ഞാൻ തമ്പുരാനെ സ്തുതിക്കുക. കാരണം നമ്മളാകെ വറിയിടല്ലേ. എൻ്റെ പേര് സിസ്റ്റർ മേരി ലൂസി. ഞാൻ കോട്ടയം തലയോലപ്പറമ്പ് പൊതി പിയാത്ത ഭവനത്തിൽ നിന്നാണ് വരുന്നത്. കർത്താവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ നടന്നിരുന്നത്. പക്ഷേ കുറച്ച് ദിവസങ്ങളായിട്ട് ആ കയ്യിൽ നിന്ന് ഞാൻ പിടിവിട്ടപ്പോൾ എനിക്ക് ആകെ സമാധാനമില്ലാതായി, ആകെ പ്രശ്നങ്ങളായി. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം കർത്താവിൻ്റെ അടുക്കൽ ഇരിക്കാമെന്ന് കരുതി ഡിവൈനിൽ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞ ആദ്യം ധ്യാനം കൂടെ, അത് കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ വീണ്ടും എനിക്ക് കർത്താവിൻ്റെ കയ്യെ പിടിക്കാനുള്ള ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. കൂടുതൽ സന്തോഷമായി, ഒത്തിരി സന്തോഷത്തോടെ ഞാൻ തിരികെ പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചനം എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ നമ്മളൊന്ന് വായിച്ചു നോക്കിയേ. യോഹന്നാൻ 1:1 നമുക്ക് എല്ലാവർക്കും കാണാണ്ടറിയാം അല്ലേ? എല്ലാവർക്കും അറിയാമല്ലോ. ആദിയിൽ, നമുക്ക് ഒരുമിച്ച് പറയാം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. 1:14 പറയുന്നു, ആ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അതാരാ? യേശുക്രിസ്തു. എൻ്റെ പേര് അമൽ. ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു. ഞാൻ ധ്യാനം കൂടെ വന്നത് കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു, മനസ്സിന് സുഖമില്ലായിരുന്നു. ഇപ്പോൾ ധ്യാനം കൂടെ നല്ല ആശ്വാസമുണ്ട്. ഐ ആം വെരി ഹാപ്പി. ആരാധന ആരാധന യേശുവേ ആരാധന. ആത്മീയ മലകയറ്റം, ദുശ്ശീലങ്ങൾ താഴ്വാരമാണ്. മദ്യം, പുകവലി, പൊടിവലി, മുറുക്ക്, മയക്ക് മരുന്ന്, പാൻപര, ഹാൻസ് താഴ്വാരമാണ്. ഇതൊക്കെ നീ വിടണം. ആത്മീയമായൊരു മലകയറ്റം. തകർന്നു കിടന്ന ബലിപീഠം കേടുപോക്കി 3 സ്നേഹബന്ധത്തിൻ്റെ ബലിപീഠങ്ങളാണ് ഉള്ളത്. ദൈവമായുള്ള സ്നേഹബന്ധത്തിൻ്റെ ബലിപീഠം. 1, 2, 3 കൽപ്പനകൾ. നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റേ നിനക്കുണ്ടാകരുത്. നമ്മെ സൃഷ്ടിച്ച തമ്പുരാനാണ് 1-ാം സ്ഥാനം കൊടുക്കേണ്ടത്. അന്യദൈവ ആരാധന ഉണ്ടായിട്ടുണ്ടോ? വിശുദ്ധർക്ക്, വ്യക്തികൾക്ക്, പണത്തിന്, വിദ്യാഭ്യാസത്തിന്, സ്ഥാനമാനങ്ങൾക്ക്, സൗന്ദര്യത്തിന്, ആരോഗ്യത്തിനൊക്കെ നീ 1-ാം സ്ഥാനം കൊടുത്തിട്ടുണ്ട്. മന്ത്രവാദം, കൂടോത്രം, ദുരാചാരങ്ങൾ, പന്നിവെട്ട്, ആടുവെട്ട്, കോഴിവെട്ട്, കാളവെട്ട്, മന്ത്രവാദം, കൂടോത്രം, അന്ധവിശ്വാസങ്ങൾ നിന്നിലുണ്ടായിട്ടുണ്ട്. 2 കരങ്ങൾ നീട്ടിപ്പിടിച്ച് എല്ലാവരും കർത്താവിനെ വിളിച്ചെന്ന് സ്വരമേറ്റിയെന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. അല്പം കൂടെ സ്വരമേറ്റ് ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. അല്പം കൂടെ സ്വരമേറ്റ്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ ഇന്നലകളിലെ ജീവിതത്തിൽ ഏതെല്ലാം വിധത്തിലുള്ള തകർച്ചകളും നഷ്ടങ്ങളും പരാജയങ്ങളും സംഭവിച്ചോ അത് മുഴുവൻ കുരിശിൽ ഏറ്റെടുത്ത ഈശോ കല്ലറയിൽ അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ
ആ ഉത്ഥാനത്തിൻ്റെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുന്ന നാളുകളാണ്. ഈശോ ഏറ്റവും ആദ്യം പ്രത്യക്ഷപ്പെട്ടത് മഗ്ദലന മറിയത്തിനാണ്. മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ട ഈശോ അവളോട് ചോദിച്ചൊരു കാര്യമുണ്ട്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 15-ാം തിരുവചനം. സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? ഉയർത്തെഴുന്നേറ്റ യേശു ഓരോ വ്യക്തിയോടും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്തിനാണ് നീ കരയുന്നത്? അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിലെ കരച്ചിലിൻ്റെ കാരണങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ മഗ്ദലന മറിയം എന്തിനെ ഓർത്താണോ കരഞ്ഞത്, ആ കരഞ്ഞതിൻ്റെ കാരണങ്ങൾ ഏറ്റെടുത്തിട്ട് ആ യേശു തന്നെ അവരുടെ മുമ്പിൽ നിൽക്കുകയാണ്. നിന്റെ കരച്ചിലിൻ്റെ കാരണം മുഴുവൻ ഞാൻ മാറ്റിയിരിക്കുന്നു. നീ ഇനി ഒരിക്കലും നിന്റെ ഇന്നലകളിലെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിലും നൊമ്പരത്തിലും കഴിയേണ്ടവളല്ല, മറിച്ച് നീ ഉയർപ്പിൻ്റെ ആനന്ദം അനുഭവിച്ച് ജീവിക്കേണ്ടവളാണ്. ഈശോ ഏറ്റവും ആദ്യം ആ മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെടാനായിട്ടുള്ള കാരണം, അതായത് ഇവളിൽ നിന്നാണ് 7 പിശാചുക്കളെ പുറത്താക്കിയത് എന്ന് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 11-ാം തിരുവചനത്തിൽ കിടപ്പുണ്ട്. ഇവളിൽ നിന്നാണ് 7 പിശാചുക്കളെ പുറത്താക്കിയത്. അപ്പോൾ കഴിഞ്ഞ നാളുകളിൽ പിശാച് അവളുടെ ജീവിതത്തിൽ വരുത്തിയ എല്ലാ ദുരിതങ്ങളും എല്ലാ നഷ്ടങ്ങളും അവളിൽ നിന്ന് എടുത്തു മാറ്റി അവൾക്ക് ഇനി ഒരിക്കലും ദുരിതം ഇല്ലാത്തൊരു ജീവിതം, അതാണ് ഉയർപ്പിൻ്റെ ആനന്ദത്തിന് ജീവിതം. അത് നൽകുന്നവനാണ് കർത്താവ്. അത് നൽകാൻ വേണ്ടിയാണ് ഈശോ ഉയർത്തെഴുന്നേറ്റത്. നമുക്ക് ഓരോരുത്തർക്കും ഇനിയുള്ള നാളുകളിൽ അനുദിന ജീവിതത്തിൽ ഈ വലിയ ഒരു ആനന്ദമാണ് കർത്താവ് നൽകുന്നത് എന്ന ബോധ്യത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ ഈ ആഴ്ചയിലെ ധ്യാനത്തിലൂടെ കർത്താവ് തരാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത നിത്യവും ആനന്ദത്തിന് അനുഭവം തരുന്ന ആ ഉയർത്തെഴുന്നേറ്റ യേശു എപ്പോഴും നമ്മുടെ കൺമുമ്പിലുണ്ട്. ഈ യേശുവിനെ കുറിച്ചാണ് നമ്മുടെ ജീവിതം കൊണ്ടും നമ്മുടെ പ്രവർത്തന മേഖല കൊണ്ടും നമ്മുടെ ശുശ്രൂഷ കൊണ്ടും എല്ലാം അനേകർക്ക് കൊടുക്കേണ്ടത്. അങ്ങനെ അനേകർക്ക് കൊടുക്കാൻ തക്ക വിധത്തിലുള്ള ഒരു വലിയ അനുഭവം നമ്മളിലൂടെ അനേകർക്ക് നൽകാനായിട്ട് ഈശോ നമ്മളെ ഓരോരുത്തരെയും ഇനിയുള്ള നാളുകളിൽ ഉപയോഗിക്കട്ടെ. നിങ്ങളുടെ ജീവിത സാക്ഷ്യത്തിലൂടെ അടുത്ത ഓരോ ആഴ്ചകളിലും ദിവാൻ ധ്യാന കേന്ദ്രത്തിലേക്ക് ധ്യാനിക്കാനായിട്ട് പറഞ്ഞുവിടുന്ന, സുവിശേഷ വേല ചെയ്യുന്ന, ഉദ്ധിതനായ യേശുവിന് സാക്ഷ്യം വഹിക്കുന്ന വ്യക്തികളായി നിങ്ങൾ ഓരോരുത്തരും മാറട്ടെ. അതിന് കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിനുള്ള എല്ലാ ദൈവാനുഗ്രഹവും ഉയർത്തെഴുന്നേറ്റ കർത്താവ് എന്നും നിങ്ങൾക്ക് തരും. ഈ ഉറപ്പോടുകൂടി കർത്താവിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്.